അപ്പൊ അവരിങ്ങനെ അപ്പൊ അവരെ അപമാനിച്ചയച്ചു എന്നുള്ള ഒരു പേരുദോഷവും വേണ്ട. പക്ഷെ അവർക്ക് മനസ്സിലാകും ഇത്തവണത്തെ രാമായണ സപ്താഹത്തിന് പോയി കഴിഞ്ഞതിന് ശേഷം ആള് വല്ലാണ്ട് മാറിയിരിക്കുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. നമ്മളായിട്ട് പറയണ്ട. എന്താ സൂക്ഷിക്കേണ്ടത്? ജ്ഞാനമാർഗത്തിലേക്ക്, ഭക്തിയുടെ മാർഗത്തിലേക്ക്, ഭഗവാന്റെ മാർഗത്തിലേക്ക്, ശ്രേയോ മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കാം. അത് ചിലപ്പോൾ ഏറ്റവും അടുത്ത സ്വന്തക്കാരെന്ന് വിശേഷിപ്പിക്കുന്നവരൊക്കെ ആവാം. പക്ഷേ പ്രയത്നേന അതൊഴിവാക്കണം. നല്ല ഒരു സൂചനയാണ്. ഉദാഹരണം പറഞ്ഞത് എന്താണ്? കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ഷൈനിങ് മെറ്റൽ എന്നാണല്ലോ സ്വർണത്തിന് പറയാന്നർത്ഥം അല്ലേ? തിളങ്ങുന്ന ലോഹം സ്വർണം, അതിൻ്റെ തിളക്കം പോകും അഴുക്ക് പറ്റിയാൽ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ലൊരു ഭാഗമാണത് എന്നർത്ഥം. നമ്മൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ക്രോധാലയം പ്രവേശിച്ച കൈകേയിയെക്കുറിച്ചൊക്കെ ദാസിമാർ സൂചിപ്പിച്ചു. ദശരഥൻ വന്നപ്പോൾ ഇപ്പൊ എന്താ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ല് ചൊല്ല് എന്ന് പറഞ്ഞിട്ട് കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു എന്നർത്ഥം. എന്ത്? വധ്യനാണെങ്കിൽ ഞാൻ അവനെ അവധ്യനാക്കാം, അവധ്യനാണെങ്കിൽ ഞാൻ അവനെ വധ്യനാക്കാം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, അതാണിതാണ് എന്ന് പറഞ്ഞ് ശ്രീരാമനെ തൊട്ട് പ്രതിജ്ഞ ചെയ്തു എന്നർത്ഥം അല്ലേ? മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കരാരത്നമേ ജൈവൻ. ശ്രീരാമനെ തൊട്ട് പ്രതിജ്ഞ ചെയ്തു. എന്ത്? നിന്റെ ആഗ്രഹം എന്തായാലും ഞാൻ സാധിച്ചു തരാമെന്ന് ശ്രീരാമനെ തൊട്ട് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീടുള്ള അപകടം മുഴുവൻ വരുത്തി വയ്ക്കാൻ കാരണം ഈ പ്രതിജ്ഞയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മളെന്താ പഠിക്കേണ്ടത്? സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും കാര്യം എന്തെന്നറിയാതെ പ്രതിജ്ഞ ചെയ്യരുത്. ഞാനൊരു കാര്യം പറയാം, ഏട്ടൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ച കാര്യം പറയൂന്ന് കേട്ടിട്ടേ ഏട്ടൻ സമ്മതിക്കാവൂ എന്നർത്ഥം. അല്ലാതെ ഓമനെ പ്രിയതമേ ഞാനിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിവരം അറിയും. ഇപ്പൊ രാമായണത്തിൽ നിന്നും എല്ലാം നമ്മൾ വേണ്ടത് മാത്രമല്ല പഠിക്കേണ്ടത്, പിന്നെ ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ആരോടും കാര്യം എന്തെന്നറിയാതെ പ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. നല്ലതിനായാലും അല്ലാത്തതിനായാലും ഒന്ന് കേൾക്കട്ടെ, പറയൂ കാര്യം. ഇല്ല പറഞ്ഞിട്ട് ചെല്ലു പറയുന്നത് ഇങ്ങനെ കാണിച്ചിട്ട് ഇതിലൊന്ന് അപ്പൊ എന്ത് ചെയ്യണം? നമ്മളും അതുപോലെ രണ്ട് വിരലെടുത്തിട്ട് അപകടമില്ല. അല്ലെങ്കിൽ പിന്നെ പറയാം ഏട്ടനല്ലേ അത് തൊട്ട് ആ വിരൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതായിരുന്നു. എന്തിനാ ഈ അപകടത്തിനൊക്കെ പോകുന്നു? പ്രത്യേകിച്ച് ഭാര്യമാരോടാണെങ്കിൽ, അതും സ്വന്തം ഭാര്യമാരോടാണെങ്കിൽ കൂടുതൽ സൂക്ഷിക്കണം. ഇതാരിൽ നിന്ന് പഠിച്ചു? ദശരഥനിൽ നിന്ന് പഠിച്ചു അല്ലേ? നോക്കൂ, എത്ര ഒന്നും അറിയാതാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാമനെ തൊട്ടാണ് പ്രതിജ്ഞ ചെയ്തത്. അത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇനിയും വലിയ കുഴപ്പമില്ല. എന്തുകൊണ്ട്? ശ്രീരാമനാണ്. കാരണം ഏറ്റവും പ്രിയപ്പെട്ടത് ശ്രീരാമനാണ്. അതുകൊണ്ട് കൈകേയിക്ക് ഒരുവിധം വിശ്വാസം വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടതോടുകൂടി വജ്രമേറ്റ് അദ്രിപതിച്ച പോലെ ഭുവി സത്വരചേതസാ വീണിതു ഭൂപനും. വജ്രം ഏറ്റ് അദ്രി പതിച്ച പോലെ. എന്താ അതിന്റെ അർത്ഥം? അദ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം. വജ്രം ഏറ്റ് പതിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കഥയുടെ സൂചനയാണ് എന്നർത്ഥം. പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു. ദേവേന്ദ്രനാണ് അതിനെ മുഴുവൻ ചിറക് വെട്ടിക്കളഞ്ഞിട്ട് അചലമാക്കിയത് എന്നർത്ഥം.
അതിലെന്ന് പറഞ്ഞാൽ ചലിക്കാത്ത പരുവത്തിലാക്കി അല്ലേ. അപ്പൊ ഓരോ പർവ്വതത്തിനും വെട്ടുകൊള്ളുമ്പോൾ അത് ഇടോട്ടെങ്കിലും വീഴും, അവിടെ അങ്ങോട്ട് ഉറയ്ക്കും. അതാണ് സൂചിപ്പിച്ചത് വജ്രമേറ്റ്. വജ്രായുധം ആരുടെയാണ്? എങ്ങനെ ഉണ്ടാക്കിയത് ആ വജ്രായുധം? ദധീചി മഹർഷിയുടെ അസ്ഥി നാണമില്ലാതെ ചോദിച്ച് വാങ്ങിച്ച് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വൃത്രാസുരനെ വധിക്കാൻ. അതാണ് വജ്രം ഏറ്റ് അദ്രി പതിച്ച്. എത്ര ചെറിയ സൂചനകൾ, വലിയ ഒക്കെയാണ് ആ കവിയുടെ ഭാവനയും പാണ്ഡിത്യവും സാഹിത്യരചനയിലുള്ള അപാരമായ നൈപുണ്യവും. ഇതൊക്കെ പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ കരച്ചിലും പിടിച്ചിലും ബഹളമൊക്കെ ഉണ്ടായി പറഞ്ഞു. അതിൽ നിന്ന് ഒട്ടും ഇളകിയില്ല. ചഞ്ചലത്വമതില്ല മാമക നെഞ്ചകത്തൈമാൻ. ആര് പറഞ്ഞു? ദുര്യോധനൻ പറഞ്ഞു ഭഗവാനോട്. ഭഗവാൻ ദൂതിന് പോയി അവിടെ ചെന്ന് പാണ്ഡവർക്ക് അതിന് പകുതി ദേശം കൊടുക്കണം, ഇല്ലെങ്കിൽ 5 ദേശം കൊടുക്കണം, അല്ലെങ്കിൽ 5 വീട് കൊടുക്കണം, അല്ലെങ്കിൽ 1 വീടും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം ആയപ്പോൾ ഒടുവിൽ പറഞ്ഞു ദുര്യോധനൻ എന്ത് പറഞ്ഞു? കൊടുത്തിടാ. അതുപോലെ കൈകേയിയും പറഞ്ഞു എന്റെ മനസ്സിന് യാതൊരു ഇളക്കവുമില്ല, ഞാൻ എന്താവശ്യപ്പെട്ടോ അതെനിക്ക് കിട്ടിയേ വെക്കൂ. നിങ്ങള് ഇപ്പൊ തിരിച്ചു, വാദഗതി തിരിഞ്ഞു. എന്തുകൊണ്ട്? സത്യം ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയും സത്യത്തിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. അതിലാണ് നോക്കൂ ഓരോ അപകടത്തിൽ ചെന്ന് ചാടുന്നത്. അത് കഴിഞ്ഞ് ഭഗവാനെ വിളിച്ചെന്ന് പറയുന്നതും ശ്രീരാമൻ അവിടുന്ന് പെട്ടെന്ന് വന്ന് ഭഗവാനെ അച്ഛനെ കാണാൻ വന്നു. അപ്പൊ എന്താണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു നിന്നു. അപ്പോൾ കൈകേയി തന്നെ പറഞ്ഞു. എന്തിന്? നേരെ നല്ല ഒരു കുത്ത് ആണ് ആദ്യമേ കൊടുത്തത്. എന്ത്? കാരണം താത ദുഃഖത്തിനു നീ തന്നെ. അച്ഛൻ ദുഃഖത്തിന് കാരണം ആരാണ്? ഒന്നും പറയാതെ പറയുകയാണ്. എന്ത്? അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. എന്തുകൊണ്ട്? സുഖദുഃഖാദികൾ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. സുഖം ദുഃഖമൂലം. ഇന്ന് സുഖം എന്ന് വിചാരിക്കുന്നത് നാളെ ദുഃഖമാകാൻ വലിയ താമസമില്ല, സൂക്ഷിക്കണം. അതുകൊണ്ട് എന്ത് വേണം? താതന് ദുഃഖനിവൃത്തി വരുത്തണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അച്ഛൻ സത്യം ചെയ്തു കഴിഞ്ഞു, ഇനി അച്ഛന്റെ സത്യം പാലിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? നീ തന്നെ വിചാരിക്കണം. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ യാതൊരു കുലുക്കവും ഇല്ലാതെ ശ്രീരാമചന്ദ്രൻ അത് കേട്ട് നിന്നു. വസിഷ്ഠൻ ചെന്ന് നാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും, ഇപ്പോൾ നാളെ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴും ശ്രീരാമചന്ദ്രന് വലിയ വ്യത്യാസം. എന്തുകൊണ്ട്? ഗീതയിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്താണ്? സ്ഥിതപ്രജ്ഞ ദർശനം. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ശ്രീരാമചന്ദ്രനെ കാണിക്കുന്നത്. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ. സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും നിന്ദയിലും ഒക്കെ ഒരേ ഭാവം. സമത്വം യോഗ ഉച്യതേ. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. സിദ്ധിയിലും അസിദ്ധിയിലും ജയത്തിലും പരാജയത്തിലും ഒക്കെ ഒരേ മാനസികാവസ്ഥ വെച്ച് പുലർത്താൻ കഴിയുന്നെങ്കിൽ അതിനെയാണ് യോഗം. തഥാ യോഗമവാപ്സ്യസി. സ്ഥിതപ്രജ്ഞ ദർശനം വിവരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഭഗവാൻ പറയുന്ന വാചകം അതാണ്. അത് സാധിച്ച ഒരു ഉത്തമ പുരുഷന്റെ ലക്ഷണമാണ് ശ്രീരാമചന്ദ്രനിൽ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഒരു പ്രയോഗം കൂടെ പറഞ്ഞു. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ. ശതപത്ര സമുദ്ഭവൻ ആര്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ആണ് ഈ പേര് വിധിച്ചത്. എന്ത്? പുത്രൻ. ഒരുപാട് നരകങ്ങളുണ്ട്. അതിൽ ഒരു നരകത്തിന്റെ പേരാണ് പും. ഒറ്റയക്ഷരം പും. പും നാമം എന്നാണ്. അല്ല പുന്നാമം നരകത്തിന്റെ പേരല്ല. പും
നാമമാകുന്ന പും എന്നു പേരുള്ള നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നത് ആരാണ്? പുത്രനാണ്. അതുകൊണ്ടാണ് പുത്രൻ എന്ന ശബ്ദം ബ്രഹ്മദേവൻ പ്രയോഗിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താ മറുപടി പറഞ്ഞത്? ഇത്രയെല്ലാം പറയണമോ മാതാവേ? അമ്മ ഇത്ര വളരെയൊന്നും വലിയ ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല, ആവശ്യമില്ല. അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ലക്ഷ്മണനെ ഉപേക്ഷിക്കണോ, രാജ്യത്തെ ഉപേക്ഷിക്കണോ, സീതയെ ഉപേക്ഷിക്കണോ, മാതാവിനെ ഉപേക്ഷിക്കണോ, എന്ത് വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. അച്ഛനോടുള്ള പരമമായ കർത്തവ്യം. എന്തുകൊണ്ട്? അച്ഛന്റെ ആഗ്രഹം അറിഞ്ഞു ചെയ്യുന്ന മകൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ പിത്രോർ മലം എന്നാണ് പറഞ്ഞത്. അച്ഛന്റെ വിസർജ്യത്തിന് തുല്യമാണ്. എത്ര നികൃഷ്ടമായിട്ടാണ് പറഞ്ഞതെന്ന് നോക്കിക്കോളൂ. കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം. എത്ര നികൃഷ്ടമായിട്ടാണ് പറയുന്നത് അച്ഛന്റെ ആജ്ഞയെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? താ തന്നിനക്ക് അഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡിയാണ്. ഇനി ആള് മാത്രം മാറിയാൽ മതി. ചിലയിടത്ത് ചില കല്യാണം മുടങ്ങുമ്പോൾ അടുത്തുനിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ എല്ലാം റെഡിയാണ്. പിന്നെ ആള് മാത്രം മാറി. ശ്രീരാമചന്ദ്രൻ ചെയ്യേണ്ട അഭിഷേകം ഭരതനാകുന്നു എന്ന് മാത്രം. പിന്നെ അവിടെ നിന്നൊരു കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നീ 14 സംവത്സരം താപസവേഷേണ കാനനത്തിൽ പോവുകയും വേണം. അതിനിപ്പോ എന്താ പ്രയാസം? അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് എന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞത്. കാരണം നാട് ഭരിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് കാട് ഭരിക്കുക. അതുകൊണ്ട് സന്തോഷം അമ്മയ്ക്ക്. നോക്കൂ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിനെ ഏത് കാഴ്ചപ്പാടിൽ കൂടി കാണുന്നു എന്നുള്ളത്. സുരുചിയുടെ ദുർവാക്കുകളെ കൊണ്ട് ഹൃദയം മുറിഞ്ഞ് കരഞ്ഞ് ചെന്ന 5 വയസ്സുകാരൻ ധ്രുവകുമാരനോട് സുനീതി അമ്മ എന്താ പറഞ്ഞത്? ശരിയാണ് നിന്റെ ചിറ്റമ്മ പറഞ്ഞത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ തപസ് ചെയ്ത് നീ എന്റെ ഗർഭത്തിൽ വന്ന് ജനിച്ചാൽ നിനക്ക് രാജാവിന്റെ മടിയിലിരിക്കാം. സുനീതിയുടെ വാക്കുകൾ കേൾക്കൂ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് സുനീതി എന്ന് പേരിട്ട്. മറ്റേയാൾ സുരുചിയാണ്. രുചിയും നീതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇവിടെ അതുപോലെ യാതൊരു മടിയില്ലാതെ ഭഗവാൻ പോകാൻ തയ്യാറായി. അതിനുള്ള ന്യായീകരണങ്ങളും ഒക്കെ പറഞ്ഞു. ശരിയായി. അപ്പോഴത്തേക്ക് അവിടെ ചെന്നു അമ്മയോട് യാത്ര പറയുന്ന ഭാഗമൊക്കെയാണ്. എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ വിശന്ന് ക്ഷീണിച്ചു പോയല്ലോ കുട്ടാ, വരൂ. പെട്ടെന്ന് ഞാൻ മടിയിലിരുത്തി തലോടി. ഇപ്പോൾ ഭക്ഷണമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം. നാളെ അഭിഷേകം ചെയ്യാനിരിക്കുന്ന, നാളെയല്ല ഇന്ന്, അഭിഷേകത്തിന് തയ്യാറായിരിക്കുന്ന ആളിനോട് പറയാണ് എനിക്ക് കാട്ടിൽ പോകണം. അപ്പൊ എന്തുകൊണ്ടാണ്? കേകേയപുത്രിയാം അമ്മയ്ക്ക്, ആ ദുഷ്ടയായ കൈകേയി എന്നൊന്നും അല്ല പറഞ്ഞത്. നോക്കൂ എന്താ പറഞ്ഞത്? കേകേയപുത്രിയാം അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൻ. അതൊക്കെ വെച്ചു. അപ്പൊ പറഞ്ഞു എന്ത്? പോകണമെന്ന് താതൻ നിയോഗിക്കിൽ പോകരുതെന്ന് ഞാൻ ഇതാ പറയുന്നു. മകന് തുല്യ അവകാശം. അച്ഛൻ ബീജപ്രദനായെന്നേ ഉള്ളൂ. പിന്നെ ബാക്കി മുഴുവൻ ആരാ സഹിച്ചത്? അമ്മയാ. അതുകൊണ്ട് മകന്റെ പേരിൽ ആർക്കാ കൂടുതൽ അവകാശം? അമ്മയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു പോകാൻ പാടില്ല. അഥവാ ഇനി രാജാവായില്ലെങ്കിൽ പോലും നാട് വാഴേണ്ടെങ്കിലും കാട് വാഴണമെന്ന് ഏത് മാനുവലിലാണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നുടെ വാക്യത്തെ ലംഘിച്ച് നീ കാട്ടിൽ പോവുകയാണെങ്കിൽ ഞാനുവൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. ഇങ്ങനെ കേട്ടിട്ട് അപ്പോഴാണ് ലക്ഷ്മണൻ വന്നിട്ട്
ഇതിപ്പോ ഞാൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് നിസ്സാര കാര്യമല്ലേ. എന്ത് വേണം? ബന്ധിച്ചതാതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവയേവരെയും. വലിയ പ്രയാസമൊന്നുമില്ല. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് 5 മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ പ്രശ്നം സോൾവ് ചെയ്ത് തരാം. അന്തകൻ വീട്ടിന്നയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനന്തർമുതാ വസിച്ചിടുക മാതാവേ. ശ്രീരാമചന്ദ്രന്റെ മുഖത്ത് നോക്കി അല്ല ലക്ഷ്മണൻ ഇത് പറഞ്ഞത്. പിന്നെ ആരുടെ മുഖത്ത് നോക്കിയ? കൗസല്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ്. അമ്മയോടാണിത് പറഞ്ഞത്, കൗസല്യ മാതാവിനോടാണ് പറഞ്ഞത്. എന്ത്? അമ്മ ഇതൊരു പ്രശ്നമാക്കണ്ട, ഞാൻ പരിഹരിച്ചു തരാം. അച്ഛനാണെങ്കിലും ശരി, ആചാര്യനാണെങ്കിലും ശരി, വേണ്ടാത്തത് ചെയ്താൽ ശാസനം ചെയ്യുക തന്നെ വേണം. അത് പറയേണ്ടത് അല്ലേ? നമ്മൾ പറയാറില്ലേ? അമ്മയായാലും നിർത്തേണ്ടടുത്ത് ഇപ്പൊ മക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ്. അമ്മയെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അച്ഛനെന്നെ 20 കൊല്ലമായിട്ടേ അറിയത്തുള്ളൂ. എനിക്ക് അച്ഛനെ ഉണ്ടായ കാലം മുതൽ അറിയാം. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിക്കരുത് എന്ന് പറയുന്ന മക്കളാണ് ഇപ്പോഴേ കൂടിക്കൂടി വരുന്നത്. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചു. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. അങ്ങനെയൊക്കെ വളരെ ക്രുദ്ധിച്ച് ഇങ്ങോട്ട് വന്ന ലക്ഷ്മണനോടാണ് ശ്രീരാമചന്ദ്രന്റെ ആദ്യത്തെ ഉപദേശം. നമ്മുടെ ഉത്കൃഷ്ടമായ ഉദാത്തമായ നമ്മുടെ ശാസ്ത്രശാഖയിൽ ഈ ഉപദേശത്തിന് തുല്യമായിട്ട് മറ്റൊരു ഉപദേശം നമുക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? സാധാരണ ഉപദേശമെല്ലാം ശിഷ്യൻ ചെന്ന് ഗുരുവിന്റെ പാദത്തിൽ നമസ്കരിച്ച് ഉപദേശത്തിന് അർത്ഥിക്കുമ്പോഴാണ് ഉപദേശം കിട്ടാറുള്ളത്. ഇവിടെയോ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിൽ. അതുപോലെ സാധാരണ ഉപദേശം ശാന്തമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഗുരുവും ശിഷ്യനും കൂടിയുള്ള അതിന് അപവാദമാണ് ഭഗവത്ഗീത ഉപദേശവും ഈ ലക്ഷ്മണോപദേശവും. യുദ്ധരംഗത്ത് കലുഷിതമായിരിക്കുമ്പോഴാണ് സാക്ഷാൽ പാർത്ഥസാരഥി ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ത്? യത് ശ്രേയസ്യാനിച്ഛിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുന്ന 2ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന അർജുനനെ നമുക്ക് കാണാം. ഇവിടെ ലക്ഷ്മണൻ ആരെയും ശരണം പ്രാപിച്ചില്ല. വിളിച്ചു നിർത്തി ഉപദേശം കൊടുക്കുകയാണ്. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്ത് സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്നിന്ദിരവിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരദാരു. എത്ര സുന്ദരമായ പ്രയോഗങ്ങളാണ് എന്നർത്ഥം. ഇനി കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ലക്ഷ്മണോപദേശം ഒന്ന് കാണാൻ ശ്രമിക്കാം എന്നർത്ഥം. ആദ്യമേ സൂചിപ്പിക്കുന്നു, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് ഞാൻ മുന്നമേ ഞാനിടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലല്ല പിന്നെ നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയം എങ്കിലും. ആദ്യം ലക്ഷ്മണനെ അങ്ങനെ പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ക്രുദ്ധിച്ചു നിൽക്കുന്ന ആളിനെ അല്പം ഒന്ന് ശാന്തമാക്കാതെ ഉപദേശം ഫലിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാൻ അതിനുള്ള മാർഗമാണ് ആദ്യമേ പ്രയോഗിച്ച്. എന്ന് തന്നെയല്ല, നിന്റെ ഉള്ളിൽ എന്നോടുള്ള വാത്സല്യഭാവം വരെ എനിക്കറിയാമെന്ന് പറയുന്നത്. സാധാരണ ശിഷ്യന്
ഗുരുവിനോട് വാത്സല്യം എന്ന് പറയാറില്ല എന്ന്. പിന്നെ ആർക്കാരോടാ വാത്സല്യം എന്ന് പറയാ? ഗുരുവിന് ശിഷ്യനോട് വാത്സല്യം, ശിഷ്യന് ഗുരുവിനോട് ഭക്തി. ഭക്തന് ഭഗവാനോട് ഭക്തി, ഭഗവാന് ഭക്തനോട് വാത്സല്യം. ഇവിടെ ഓർഡർ നേരെ തിരിഞ്ഞു. എന്താ പറഞ്ഞത്? നിനക്ക് എന്നോടുള്ള വാത്സല്യമൊക്കെ എനിക്ക് അറിയാം. പെട്ടെന്നൊരു ഷോക്ക് ലക്ഷ്മണന് ഉണ്ടാകണം. ചേട്ടനോട് എനിക്ക് വാത്സല്യമോ? ഈ ഷോക്ക് വന്നാൽ എന്തുവരും? ക്ഷോഭിച്ച മനസ്സ്, അജിറ്റേറ്റഡ് ആയ മനസ്സ്. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അവിടെ ഭഗവാൻ സ്വീകരിച്ചത് എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞ ഉപദേശം തുടങ്ങുന്ന ഭാഗം എന്താ? ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ലായിലെന്തതിനാൽ ഫലം. എന്താ സൂചിപ്പിക്കുന്നത്? ദൃശ്യം, ദൃക്ക് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിലെ വലിയൊരു കോൺസെപ്റ്റാണ്, ഒരു ആശയമാണത്. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്. ദൃശ്യം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദൃക്ക് ഉള്ളത് കൊണ്ടാണ്. ദൃക്കെന്ന് പറഞ്ഞാൽ കാണുന്ന ഞാൻ. അപ്പോൾ കാണുന്ന ഞാൻ, ഇന്നലെ നമ്മൾ ത്രിപുടിയെക്കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോയെന്നറിയില്ല. കാണുന്ന ഞാൻ, കാണപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി, കാണൽ. ഇതിനെയാണ് ത്രിപുടി. 3 ഘടകങ്ങൾ എല്ലാ അനുഭവത്തിലും ഉണ്ടാകും. ദൃശ്യങ്ങളെല്ലാം നശിക്കുന്നതാണ്, ദൃക്ക് നാശമില്ലാത്തതാണ്. ദൃശ്യങ്ങൾ പലതാണ്, ദൃക്ക് ഒന്നേ ഉള്ളൂ. അതെങ്ങനെ? എന്തുകൊണ്ട് ദൃക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു? എല്ലാവരും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും ഉള്ളിൽ ആ സർവേശ്വരൻ ഇപ്പോൾ ജീവസ്വരൂപേണ, ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ദൃക്ക് ഒന്നേ ഉള്ളൂ, ദൃശ്യങ്ങൾ പലതാണ്. ദൃശ്യങ്ങളൊക്കെ ജഡമാണ്, ദൃക്ക് മാത്രമാണ് അതിനെ സചേതനമാക്കുന്നത്. വലിയ ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറഞ്ഞിട്ട് ആചാര്യസ്വാമികളുടെ ഒരു രചന തന്നെയുണ്ട് എന്നർത്ഥം. ദൃഗ്ദൃശ്യ വിവേകം. ദൃക്കിനെ, ദൃശ്യത്തെ തിരിച്ചറിയണം. അതിലെന്താ ശരിക്കും അത്യാവശ്യം ഓർമ്മ വെച്ചേക്കേണ്ടത് എന്താണ്? ദൃശ്യങ്ങളെല്ലാം ജഡങ്ങളാണ്, നശിക്കുന്നതാണ്. ദൃക്ക് ഒരിക്കലും നശിക്കുന്നത്. അപ്പൊ ദൃക്കെന്ന് പറഞ്ഞാൽ അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ, ആ ബോധസ്വരൂപേണ പ്രകാശിക്കുന്ന ഭഗവാനെ. ഇവിടെ ദൃശ്യം, രാജ്യം, ദേഹം, വിശ്വം, ധാന്യധനാദിയൊക്കെ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും സത്യമല്ല. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചനം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ത്രികാല അബാധിതം. ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലും പിന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ചൈതന്യമാണ് ദൃക്ക്, ആത്മാവ്. ഈ പറഞ്ഞതൊക്കെ ആണെങ്കിലോ ദൃശ്യങ്ങളാണ്, അതൊക്കെ നശിക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവരാരും ശ്രമിക്കാറില്ല. നേരത്തെ പറഞ്ഞു, വിവേകത്തിന്റെ നിർവചനം പറഞ്ഞു. എന്തായിരുന്നു? നിത്യാനിത്യ വസ്തു വിവേക. നിത്യ അനിത്യ വസ്തുക്കളെ വിവേചിച്ചറിയുന്നതിനെയാണ് വിവേകം. അപ്പോഴെന്ത് മനസ്സിലാകും? ഇതൊക്കെ ദൃശ്യങ്ങളാണ്, ദൃശ്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കും. ഞാൻ അന്വേഷിക്കുന്ന ആരെയാണ്? ദൃക്കിനെയാണ്. ദൃക്കിനെ പുറമെയൊക്കെ അന്വേഷിച്ചിട്ട് അവസാനം എന്ത് മനസ്സിലാക്കും? പുറത്തൊന്നും കാണാനില്ല. ഇതാദ്യം തുടങ്ങി വെച്ചത് ആരാണ്? അന്വേഷിച്ച് നടന്നിട്ടൊടുവിൽ ബ്രഹ്മദേവനാണ് ഈ പ്രോസസ്സ് തുടങ്ങി വെച്ചത് അല്ലേ?
പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു താമരയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഇതെവിടുന്ന് വന്നെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. അവിടെയൊക്കെ ഓരോ തലയുണ്ടായി. നമുക്ക് ഭാഗ്യം, അങ്ങനെ തിരിഞ്ഞാലും ഒന്നുള്ളതേ പ്രയാസം. പിന്നെ ഓരോ തലകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അവസാനം എങ്ങും കാണാത്തപ്പോൾ എന്ത് വിചാരിച്ചു? താമരയുടെ നാളിയിൽ കൂടി ഓരോന്നിലും കൂടി എത്രയോ കാലം കയറി ഇറങ്ങി നടന്നു നോക്കി, കിട്ടിയില്ല. അവസാനം മനസ്സിലാക്കി. എന്ത്? തപാ തപാന്ന് ശബ്ദം കേട്ടു. ടപ്പ് ടപ്പ്. അപ്പൊ മനസ്സിലായി തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ അല്ല, പിന്നെ ഉള്ളിലേക്ക് തിരിയലാണ് തപസ്സെന്ന് ബോധ്യം വന്നു. അപ്പൊ ഉള്ളിലേക്ക് തിരിഞ്ഞു, ഭഗവാനെ സാക്ഷാത്കരിച്ചു. അപ്പൊ ഞാൻ ആര് എന്നുള്ള അന്വേഷണം നമ്മെ എവിടത്തേക്ക് എത്തിക്കണം? ഉള്ളിലേക്ക് ശ്രദ്ധയെ തിരിക്കണം. ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ. ദൃഷ്ടിയെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് ഈ അമൃതസ്വരൂപനായ ഭഗവാനെ ഉള്ളിൽ സാക്ഷാത്കരിക്കണം. ആ ഈ ദൃഗ്ദൃശ്യം എന്നുള്ള വാക്കിൽ നിന്ന് അതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം. പിന്നെന്താ സൂചിപ്പിക്കുന്നത്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. ഭോഗങ്ങളൊക്കെ ക്ഷണപ്രഭാചഞ്ചലമാണ്. എന്താണ് ഈ കൊള്ളിയാൻ, ലൈറ്റ്നിങ്, കൊള്ളിമീൻ എന്നൊക്കെ പറയില്ലേ? അതുപോലെ എത്ര നേരം നീണ്ടു നിൽക്കും അത്? ഏതോ സെക്കൻഡിന്റെ ഒരംശം എന്നൊക്കെ പറയാനുള്ളൂ എന്നർത്ഥം അല്ലെ? ടൈം വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒന്നും ലൈഫില്ല ഒരു മിന്നലിന് എന്നർത്ഥം. അപ്പൊ അതുപോലെ അസ്ഥിരമാണ് ഭോഗങ്ങളൊക്കെ. എന്തുകൊണ്ട്? സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമം. അനുഭവകാലം കഴിഞ്ഞാൽ എന്ന് തന്നെയല്ല, നമുക്ക് തോന്നാറുണ്ട് അത് പറയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ സുഖത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയും ചെയ്യും, പിന്നെ ദുഃഖത്തെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യും. വിശ്വാസം വരുന്നില്ല അല്ലേ? സുഖമായിട്ട് കഴിഞ്ഞിരുന്നു, ഇപ്പതാ വീണിതല്ലോ കിടക്കുന്നു. അപ്പൊ അന്നത്തെ സുഖം ഇന്ന് തിരിച്ചും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. ഈ ആയുസ്സൊന്നും അധികാരം നിൽക്കുന്നില്ല. പിന്നെ ഈ ഏതുമായിട്ട് താരതമ്യപ്പെടുത്തിയാണോ നോക്കുന്നത് അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ വലിപ്പം തോന്നുന്നത്. ഇപ്പൊ ഒരു പുഴുവിൻ്റെയോ കൃമിയുടെയോ ആയുസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യർക്ക് ഒരുപാട് ആയുസ്സുണ്ട്. 100 കൊല്ലം. പുഴുക്കളൊക്കെ അതിശയിക്കാറുണ്ട്, ഈ മനുഷ്യർക്ക് 100 കൊല്ലോ. എന്തുകൊണ്ട്? അവർക്ക് ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ഒക്കെ ഉള്ളൂ ആയുസ്. അതേസമയത്ത് ബ്രഹ്മദേവന്റെ ആയുസ് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചാലോ, ദേവന്മാരുടെ വെച്ചാലോ, ഇവൻ പിതൃക്കളുടെ വെച്ചാൽ പോലും നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്കൊരു ദിവസം മാത്രമാണ്. അങ്ങനെ 365 ദിവസം വന്നെങ്കിലേ ഒരു ദേവവർഷമാകൂ. അങ്ങനെ 365 ആയെങ്കിലേ ഇന്ദ്രന്റേതാ. ഇങ്ങനെ അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ്സുമായിട്ട് നോക്കുമ്പോ അല്ലേ, ബ്രഹ്മാവിനാണോ ആയുസ് പഞ്ഞമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ബ്രഹ്മാവിനും ആയുസ്സിന് പഞ്ഞമുണ്ട്. എന്തുകൊണ്ട്? 100 വർഷം കഴിയുമ്പം ബ്രഹ്മദേവന്റെയും കാലാവധി കഴിയും. പക്ഷെ വർഷം നമ്മുടെ 100 വർഷം അല്ല, പിന്നെ എത്രയോ 14 മന്വന്തരം 71 മന്വന്തരം വലിയ കണക്കാണ് അല്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് ഒന്നുമില്ല. വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ വന്യസന്തപ്ത ലോകസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വന്നി സന്തപ്ത ലോഹസ്ഥ അമ്പു ബിന്ദുന, അത്രയും വാക്കുകൾ ചേർത്ത് പാടിക്കുന്നത്. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി, സന്തപ്തം അതിൽ വെച്ച് ചൂടാക്കിയത്, ലോഹം മെറ്റൽ പീസ്, സ്ഥം അതിലിരിക്കുന്നത്, അമ്പു വെള്ളം. ഇപ്പൊ എന്താ അർത്ഥം? അഗ്നിയിൽ വെച്ച് പഴുപ്പിച്ച ഒരു ലോഹ കഷണത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എത്ര ആയുസ്സുണ്ടോ അതുപോലെയാണ് മർത്യജന്മം ക്ഷണഭംഗുരം. ക്ഷണഭംഗുരം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം മുഴുവൻ കേൾക്കത്തില്ല, അതിനു മുമ്പേ കഴിഞ്ഞു.
പിന്നെ മറ്റൊരു ഉദാഹരണം, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണകളസ്തം, ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ പാമ്പിനെ സൂചിപ്പിക്കുന്നു. അതിന്റെ വാക്കിന്റെ അർത്ഥം ചക്ഷുവിൽ കൂടി ശ്രവണം നടത്തുന്നവൻ എന്നാണ് അർത്ഥം. ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ്, കണ്ണിൽ കൂടി ശ്രവണം നടത്തുന്നവൻ എന്ന് പറഞ്ഞ പാമ്പുകൾക്ക് ചെവിയില്ല, കാതില്ല, പിന്നെ എങ്ങനെയാ കേൾക്കുന്നത്? കണ്ണിൽ കൂടി എന്നാണ് ഒരു കവിസങ്കല്പം. ശാസ്ത്രസങ്കല്പം അനുസരിച്ച് വൈബ്രേഷൻ കൊണ്ടാണ് പാമ്പ് അറിയുന്നത്, ശബ്ദം കേൾക്കുന്നതല്ല എന്നർത്ഥം. നടന്ന ഒരാൾ വരുമ്പോൾ പാമ്പ് എങ്ങനെ അറിയുന്നു? ഭൂമിയിലുണ്ടാകുന്ന വൈബ്രേഷൻ കൊണ്ടാണ്, ശബ്ദം കേൾക്കുന്നില്ല എന്നർത്ഥം. അത് കവിഭാവനയാണ് ചക്ഷു ശ്രവണം. അതിന്റെ ഗളസ്തം, ഗളം എന്ന് പറഞ്ഞാൽ കഴുത്ത്. അപ്പോൾ ഒരു തവളയെ വിഴുങ്ങുകയാണ് ആരെ? പഴയൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, 4 കാലുള്ളൊരു, എല്ലാ നങ്ങേലിയന്മാർക്കും അറിയാതെ, കോല് നാരായണൻ. നോക്കൂ, അവിടെ നാരായണൻ എന്നുള്ള പേരാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, അതാണ് നമ്മുടെ ആളുകളുടെ മഹിമ എന്നർത്ഥം. എന്താ സൂചിപ്പിക്കുന്നത്? പാമ്പ് തവളയെ പിടിച്ച് വിഴുങ്ങുമ്പോൾ, വിഴുങ്ങിയിട്ട് വായിൽ മാത്രമല്ല, പിന്നെ കുറച്ചുകൂടെ താണ് ഗളം വരെയായി എന്നർത്ഥം. കാരണം തവളയുടെ പുറകിൽ കൂടെ പോയി പിടിച്ചത്. അപ്പൊ കാലിന്റെ ഭാഗമൊക്കെയാണ് അകത്തോട്ട് എത്തിയത്. അതിന്റെ അർത്ഥം എന്താണ്? വായുടെ ഭാഗം വെളിയിലേക്ക് സ്വല്പം ഇട ബാക്കി നിൽപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നാക്ക് വെളിയിലേക്ക് നീട്ടിയിടും. തവളയുടെ നാക്കിന്റെ പ്രത്യേകത എന്താണ്? ഭാഗ്യം. നമ്മുടെ നാക്ക് പോലെ അല്ല. നമ്മുടെ നാക്ക് അങ്ങനെ ആയിരുന്നെങ്കിലോ ഇപ്പോഴേ സഹിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ തവളയുടെ നാക്ക് അറ്റത്ത്, ഈ അറ്റത്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന അറ്റം. അപ്പൊ എന്ത് ചെയ്യാം? ഭംഗിയായിട്ട് വെളിയിലോട്ട് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എന്തെങ്കിലും ഒരു ഈച്ചയോ പൂച്ചയോ അതിലെ പറക്കുന്നുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിക്കുന്നു. ഇത് നോക്ക്, എന്തൊരു ഭംഗിയായ ഉദാഹരണമാണ്. അതിൻ്റെ ഒരു സാങ്കത്യം, പ്രസക്തി, സാഹിത്യം, മഹിമ ആലോചിച്ച് നോക്കൂ. ഇതുപോലെയാണ് കാലമാകുന്ന പാമ്പ്. കാലാഹിന, അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്. കാലാഹിന, കാലമാകുന്ന പാമ്പ്. കാലാഹിന, കാലമാകുന്ന പാമ്പിനാൽ പരിഗ്രസ്തമായ നമ്മളുമൊക്കെ എന്ത് ചെയ്യുന്നു? ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. തിരിച്ചു ചിന്തിക്കൂ, ഭോഗങ്ങൾ തേടുന്നതിന് കാരണം എന്താണ്? ആലോലമായ ചേതസ്സാണ്, ഇളകുന്ന മനസ്സും ബുദ്ധിയും ആണ്. അപ്പൊ തിരിച്ചു മനസ്സിലാക്കൂ, അത് ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഭോഗങ്ങളിലൂടെ വിരക്തി വരണമെങ്കിൽ ആലോലമാകുന്ന ചേതസ് അചലമാകണം. ഇവിടെ അചലമായിട്ടൊന്നേ ഉള്ളൂ, എന്ത്? ഭഗവത് തത്വം മാത്രം. അപ്പൊ മനസ്സുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? മയ്യേവ മനയാധൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഭക്തിയോഗം എന്ന 12ാം അധ്യായത്തിൽ ഭഗവാൻ പല സാധനാക്രമങ്ങൾ സൂചിപ്പിക്കുന്നു. 11ാമത്തെ ശ്ലോകം വരെ. അതിലൊന്നാണ് ഈ പറഞ്ഞത് എന്നർത്ഥം. എന്താ ചെയ്യേണ്ടത്? മയി ഏവ മന ആധൽസ്വ, എന്നിൽ മാത്രം മനസ്സിനെ പ്രവേശിപ്പിക്കൂ. മയി ബുദ്ധിം നിവേശയ, ബുദ്ധിയെ എവിടെ പ്രവേശിപ്പിക്കണം? എന്നിട്ടോ നിവസിഷ്യസി മയ്യേവ, എന്നിട്ട് എവിടെ വസിക്കണം? നിതരാം വാസം നിവാസം, അതിൽ തന്നെ സ്ഥിരമായിട്ട് വസിക്കൂ. അപ്പൊ ഈ ശരീരവും കൊണ്ട് പോയി ഭഗവാന്റെ അടുത്ത് താമസിക്കലല്ല ഉപവാസം. പിന്നെന്താണ് ഉപവാസം എന്ന് പറഞ്ഞാൽ? അടുത്ത് ഇരിക്കുക, വസിക്കുക. എവിടെ കൊണ്ട്? അപ്പൊ ഈ ശരീരം ക്ഷേത്രത്തിൽ കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിന്റെ കണ്ടെയ്നറായിട്ടാണ് ശരീരം കൊണ്ടിരുന്നത്. ശരീരമല്ല ഭഗവാൻ സമർപ്പിക്കേണ്ടത്. ഭഗവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? മനസ്സും ബുദ്ധിയാണ്. അപ്പോൾ ഭഗവാൻ സമർപ്പിക്കേണ്ടത് എന്താണ്? മനസ്സും ബുദ്ധിയാണ്. അപ്പൊ ബാക്കിയൊക്കെ സമർപ്പിക്കുന്നതോ? മനസ്സും ബുദ്ധിയും സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ്. നന്നായിട്ട് മനസ്സിലാക്കണം.
കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ എന്നുള്ള വാക്കിന്റെ ഭംഗിയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള അമിതമായ അദമ്യമായ ആഗ്രഹം നിലനിൽക്കുന്നത് ഇളകുന്ന മനസ്സും ബുദ്ധിയും കൊണ്ടാണ്. മനസ്സും ബുദ്ധിയും പലതിനും കൽപ്പിക്കുന്ന വ്യാജ മൂല്യങ്ങളാണ് അവയിലേക്ക് പോകാൻ നമ്മെ പ്രേരിപ്പിക്കും. പേപ്പറിലൊക്കെ കാണുന്നില്ലേ എന്തെല്ലാം കാണുന്നു. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വളരെ വളരെ കൂടിയിരിക്കുകയാണത്. മാധ്യമങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് ഇപ്പോൾ പീഡനങ്ങളുടെ. ഇപ്പോൾ ഓരോ പേപ്പറിന്റെയും ചാനലിന്റെയും ഒക്കെ റേറ്റിംഗ് എന്ത് നോക്കിയിട്ടാണ്? ഇന്ന് എത്ര പീഡന കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ്. നിങ്ങോട്ട് രാവിലെ 6:30 ഇറങ്ങുന്നതിന് മുമ്പ് നേരത്തെ പേപ്പർ വന്നുകൊണ്ട് ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു വാർത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഒരാള് എത്രയോ വർഷമായിട്ട് ഭാര്യയുടെ ശരീരത്തിൽ നിന്നും രക്തം എടുത്ത് കുടിച്ചിരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചെന്നിട്ട് പേപ്പർ നോക്കിക്കോളൂ. ഞെട്ടി പേപ്പർ വെച്ചിട്ട് നമ്മൾ പോരുന്നു. രാക്ഷസന്മാര് രക്തം കുടിക്കുന്നതും ഈ ഡ്രാക്കുള രക്തം കുടിക്കുന്നതും ഒക്കെ വായിച്ച് നമ്മൾ ഭാവനയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഭോപ്പാലിൽ ഉണ്ടായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എത്രയോ വർഷമായിട്ട് ആ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ പോലും സിറിഞ്ച് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് സഹി കെട്ടിട്ട് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുമ്പോൾ, അഥവാ അത് എഴുതിയപ്പോൾ ഒരിക്കലും എഴുത്തച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവില്ല, അഥവാ ഇത്രയും കാലം രാമായണം വായിക്കുകയും പറയുകയും ചെയ്ത് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇന്ന് ആ വാർത്ത ഇവിടെ പറയേണ്ടതായിട്ട് വരും. നോക്കൂ, നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിക്കും. ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഒരു വശത്തൂടെ നമ്മൾ പരിഷ്കൃതരാണ് എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. നടക്കുന്നു. ഇപ്പൊ കൂടി വരുന്നത് സാക്ഷരതയല്ല, പിന്നെ അക്ഷരം മറിച്ചിടൂ, രാക്ഷസതയാണ് കൂടുന്നത്. എത്ര ഭീകരമായ വാർത്തകൾ. ഇതിനൊക്കെ കാരണം എന്താണ്? ആലോലചേതസ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മോചനം വേണമെങ്കിൽ എന്ത് വേണം? ആധ്യാത്മിക സംസ്കാരമല്ലാതെ അന്യപന്ഥാ വിദ്യതേ. ശരിയായ ആധ്യാത്മിക ജ്ഞാനം, സ്പിരിച്വൽ ഫിലോസഫി, ആ ഒരു സംസ്കാരം മാത്രമാണ് ഇതിനേക പരിഹാരം. യാതൊരു അന്യപന്ഥാ വിദ്യതേ ഉറപ്പിച്ച് നമ്മുടെ ആചാര്യന്മാര് ഋഗ്വേദത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പുരുഷ സൂക്തത്തിൽ അന്യപന്ഥാ വിദ്യതേ. നാരായണ. ഈ ജീവിതത്തിന്റെ അസ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു. പിന്നെ എന്താ പറയുക? പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലേതാന്തരായിക്കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം. പാന്ധർ പെരുവഴി അമ്പലം തന്നിൽ കൂടിയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിരിഞ്ഞു പോകുന്നു. ഇതുപോലെ, അഥവാ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും. നദിയിൽ കൂടി ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ, അവിടെ കാഷ്ഠം എന്ന് പറഞ്ഞാൽ ചെറിയ തടിക്കഷ്ണങ്ങൾ. അതിങ്ങനെ ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒഴുക്കിലിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എവിടെയോ ഒരു കമ്പ് ഇങ്ങനെ അതിൽ തട്ടി അല്പനേരം നിന്നു, വേറൊരു തടി വന്നു, അതേലും തട്ടി, ഇതിലൂടെ നല്ല ഒഴുക്ക് വന്നപ്പോൾ 2 തടിക്കഷ്ണം കൂടെ ഒഴുകിപ്പോയി. ഇതുപോലെയുള്ളൂ ആലയ സംഗമം. ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അച്ഛനായിട്ടും മക്കളായിട്ടും അമ്മയമ്മയായിട്ടും ഒക്കെ കണ്ടുമുട്ടുന്നത് ഇത്രയ്ക്കൊക്കെയുള്ളൂ.
അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് എന്ത്? കൂടിയെല്ലാം ഇറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് കുറച്ച് സമയം ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നു. അത് കഴിയുമ്പോഴോ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഇതിനൊന്നും വലിയ സത്യത്വം സ്ഥിരതയൊന്നും നൽകാതിരിക്കൂ. അപ്പൊ എന്ത് വേണം? ഭോഗങ്ങൾ ആസ്വദിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാവണം. മരണം വരുമിനി എന്ന് നിനച്ചിഹ മരുവുക സതതം. അല്ലേ? എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്, അല്പായുസാണ് എന്ന ഓർമ്മ വേണം. അല്ല മരണം വരുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കാനല്ല പറഞ്ഞു. പിന്നെ ഇതെല്ലാം നശിക്കുന്നു. ഒന്നുരിയാടുവതിന്നിട കിട്ടാവന്നാൽ യമഭടർ. ഒന്ന് പറയാൻ പോലും സമയം കിട്ടുക. അയ്യതാ ഇതുവരെ രാമായണം പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ കേട്ടു. എന്ത്? രാമായണം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് കഴിഞ്ഞു. ഇതുവരെ ഇങ്ങനെ നിന്നു, ഇപ്പോഴ് എന്ത്? പ്രാരബ്ധം കഴിഞ്ഞു പോയി. ബാക്കിയൂടെ പറഞ്ഞിട്ട് മതിയായിരുന്നു, രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അതിന് ഇറങ്ങി വേറെ ആളന്വേഷിച്ചോളൂ. എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സമ്പത്ത്, അവിടെ ലക്ഷ്മിയെ സൂചിപ്പിച്ച് സമ്പത്ത്. സമ്പത്തൊക്കെ അസ്ഥിരമാണ്. ലക്ഷ്മി താവക നാരായണീയ ഓർക്കുക എന്നറിയാം അല്ലെ? ലക്ഷ്മി പിന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന എപ്പോഴാണ്? എവിടെയാണ് ഭഗവാൻ സ്ഥിരമായിട്ടുള്ളത് അവിടെ ലക്ഷ്മി നിൽക്കും. ഭഗവാൻ വേണ്ട, ലക്ഷ്മി മാത്രം മതി എന്ന് വിചാരിച്ചാലോ വല്ലപ്പോഴും വന്നൊന്ന് നോക്കിയിട്ട് പോകും. പിന്നെയോ നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ധ്രുവം തീർച്ചയായിട്ടുള്ളത്, അധ്രുവം സ്ഥിരതയില്ലാത്തത്, വളരെ അല്പകാലത്തേക്ക് നിലനിൽക്കുന്നത് എന്നർത്ഥം. പിന്നെയോ സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമാമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ഈ കളത്ര സുഖം ഒക്കെ എന്തുപോലിരിക്കും? സ്വപ്ന സമാനം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ ഇതൊക്കെ സ്വപ്നം കാണുന്ന പോലെയുള്ളൂ അല്ലേ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നമാണെന്ന് അറിയുന്നില്ല. പിന്നെ എപ്പോഴാ അറിയുന്നത്? യത് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം. എവിടെയാണ്? ദക്ഷിണാമൂർത്തി സ്തോത്രം. യത് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ. സ്വപ്നമായിരുന്നു എന്ന് പാസ്റ്റ് ടെൻസിൽ ഭൂതകാലമായിട്ട് നമ്മൾ അറിയുന്നു. എപ്പോഴ്? ഉണർന്നു കഴിയുമ്പോൾ. സ്വപ്നസമാനം കളത്ര സുഖം എഴുത്തച്ഛനും ആവർത്തിച്ച് പറയുന്നുണ്ട് അതല്ലേ? സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവൻ. അവിടെ ഉണരുക എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മമായ അർത്ഥത്തിൽ എന്താണ്? അറിവിന്റെ പാതയിലേക്ക് ഉണർന്നു കഴിഞ്ഞവരെയാണ് ഉണർന്നവർ എന്ന് സൂചിപ്പിക്കുന്നത്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ. സാധാരണക്കാർക്കൊക്കെ പകലായിട്ടിരിക്കുമ്പോൾ മുനി രാത്രിയാണ്, സാധാരണക്കാർക്കൊക്കെ രാത്രിയാകുമ്പോൾ മുനിക്ക് പകലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതേത് വിഷയങ്ങളിലാണോ സാധാരണക്കാര് ആഹാ ഓഹോ എന്ന് പറയുന്നത് അവിടൊക്കെ സംയമി, മനനിയന്ത്രണം നേടിയ ആളിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ക്രിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇലക്ഷന്റെ ഈയിടെ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളുടെ വാർഡിലെ കൗൺസിലർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോ MLA ഒരു പിടിയില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത്? അവരവരുടെ വാർഡിലെ എന്തുകൊണ്ട്? അവരുണർന്നിരിക്കുന്നിടത്ത് നമ്മൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉറക്ക ഉണർച്ച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താല്പര്യമില്ലായ്മ എന്നർത്ഥം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. സ്വപ്ന സമാനം കളത്ത സുഗന്ധൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ഈ ആയുസ് വളരെ കുറവുള്ളതാണ്. പിന്നെ
ഓർക്ക ഗന്ധർവ നഗരസമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപതിയിൽ മറിഞ്ഞിതു സത്വരം. ഗന്ധർവ നഗരം എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മേഘമൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയതുപോലൊക്കെ തോന്നും. എത്ര നേരത്തേക്ക് പറഞ്ഞ് ദാ നല്ലൊരു മേഘം വന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കുമ്പോഴത്തേക്ക് അതാണ് പറഞ്ഞത്. ഗന്ധർവ നഗരസമമായിട്ടുള്ള ഇതിൽ ആരാണ് നിത്യം അനുക്രമിച്ചിടുന്നത്, നിത്യം ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്? മൂർഖന്മാർ എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പൻ നല്ല അർത്ഥം. പിന്നെ അറിവില്ലാത്തവർ, മൂഢന്മാർ, സത്യത്തെ അറിയാത്തവർ, അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയാത്തവർ. വീണ്ടും ഭൂതാനം പറയണം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. വിദ്യ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? യാതൊന്നാണോ ഭഗവാനെക്കുറിച്ച് ബോധിപ്പിക്കുന്നത് അതാണ് വിദ്യ. യാതൊന്നാണോ ജന്മസംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അതാണ് വിദ്യ. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ചെറിയ സത്യവും വലിയ സത്യവും പറഞ്ഞപ്പോൾ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നുള്ളത് ചെറിയ സത്യം. പക്ഷെ വലിയ സത്യം എന്താണ്? സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ സൂര്യാസ്തമയങ്ങളെ കണ്ടിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. നല്ലത് തന്നെ അല്ലേ? പക്ഷെ അതും പകലെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പെട്ടെന്ന്. ഇപ്പൊ തന്നെ രാവിലെ 6:30 മണിക്ക് ഇവിടെ വന്ന് തുടങ്ങിയതാണ് കണ്ടക്ഷോഭം. ഇപ്പൊ മണി 12:30 6 മണിക്കൂറേ കഴിഞ്ഞ 6 മണിക്കൂർ പോയത് നമ്മൾ അറിയുന്നില്ല എന്നർത്ഥം. അതുപോലെയാണ് പറയുന്നത്. നിദ്രയും വന്നിത് ഉദയശൈലോപരി വിദ്രുതം പിന്നെയും വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. എന്തുകൊണ്ട്? ആയുസ് പോകുന്നതേതും അറിയില്ല. എന്തുകൊണ്ട്? മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആയുസ് പോകുന്ന അറിയില്ല. എന്തുകൊണ്ട്? എല്ലാം മാറ്റി 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 വെക്കും നമ്മൾ. എന്ത് ഇങ്ങനെ രാമായണമൊക്കെ ഉണ്ടെന്ന് കേട്ട് 4-ാം കൊല്ലമൊക്കെയാണ്. വേണ്ട, അടുത്ത കൊല്ലവും വരും. 4 കൊല്ലം ഉണ്ടായ സ്ഥിതിക്ക് അടുത്ത കൊല്ലവും ഉണ്ടാവും. അടുത്ത കൊല്ലം പോവാം, ഇക്കൊല്ലം നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ മാറ്റി 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 വെക്കുന്നത് പല കാര്യങ്ങളും. ചത്തുപോകുന്നു പാവം ശിവ ശിവ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിരിക്കുമ്പോഴായിരിക്കും പച്ച മലയാളത്തിലാണ് എഴുതിയത്. എന്ത്? ചത്തുപോകുന്നു. ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? വിവേകമുള്ളവര് എത്രയും പെട്ടെന്ന് ഈ വഴിക്ക് ചിന്തിക്കൂ. വാർദ്ധക്യമോട് ജരാന്തരയും പൂണ്ട് ചീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. വാർദ്ധക്യമായെങ്കിലും മോഹം ചീർത്താണ് ഇപ്പോഴും ഇരിക്കുന്നതെന്നർത്ഥം. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചു, ഇന്ദ്രിയങ്ങൾക്കൊന്നും ബലമില്ലാതായി എങ്കിലും മനസ്സതിലേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നു. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും അത് വേണം ഇത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം. പഞ്ചസാര തൊടാൻ വയ്യ എന്നാലും ലഡു എന്ന് കേൾക്കുമ്പോൾ അപ്പൊ ശരീരത്തിനാണോ ആവശ്യം അതോ മനസ്സിനാണോ ആവശ്യം? ശരീരമല്ല, ശരീരത്തിന് വേണ്ടാതായിട്ടുണ്ട്. പക്ഷേ മനസ്സ് പിന്നെ ആഗ്രഹിക്കുന്നു ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്നറിയാം. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്ക പുനരോർത്തറിയുന്നീലമായ തൻ വൈഭവം. ഇതൊക്കെ നമ്മൾ സത്യമായിട്ട് ബോധിക്കുമ്പോൾ മായയുടെ വൈഭവത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ പോയവരൊക്കെ കണ്ടിട്ടുണ്ടത്. പുറകെ പോയ നമ്മൾ മാത്രം അത് കണ്ടില്ല. എന്തുകൊണ്ട്? കാട് കാണാൻ പോയവർ കാട് കണ്ടില്ല, മരവും കല്ലും ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോരുന്നു. സമുദ്രം കാണാൻ പോയവർ സമുദ്രം കണ്ടില്ല, പിന്നെ വെള്ളവും നുരയും മാത്രം കണ്ടിട്ട് തിരിച്ചു പോരുന്നു. എന്തുകൊണ്ട്? ആലോചിച്ച് നോക്കും. എന്തുകൊണ്ടാണ് കാണാതെ പോയത്? അതാണ് മുമ്പേ പോയവർക്ക് ഇതറിയാവുന്നത്. അതുകൊണ്ട് അവർ കണ്ടു. പുറകെ വന്ന് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ആലോചിക്കൂ. മനസ്സിലായില്ലെങ്കിൽ 6 മണിക്കുള്ള ചോദ്യോത്തര സമയത്ത് പറയാം, ചോദിച്ചോളൂ.
നേത്തേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതുമറിയാതെ. ചിൽപുരുഷൻ ഗതി എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ചിൽപുരുഷൻ എന്ന് പറയുന്നത് കാലഗതിയെ സൂചിപ്പിക്കുന്നു, അല്ലെ? ഭഗവാൻ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം, അല്ലെ? ഭഗവാൻ ഉള്ളിൽ ആത്മാവായിട്ടും പുറമേ കാലമായിട്ടും. അപ്പൊ അങ്ങനെ അത് മനസ്സിലാകാതെ പോകുന്നു. ആമകുംഭാമ്പു സമാനമായുസുടൻ ഭോമദേദം ധരിക്കുന്നതെല്ലാരുമേ. ആമകുംഭാമ്പു സമാനം. ആമകുംഭം എന്ന് പറഞ്ഞാല് ചുടാത്ത പച്ചക്കട്ട കൊണ്ടുള്ള, പച്ച മണ്ണ് കൊണ്ടുള്ള കുടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ വെള്ളം എടുത്താൽ എന്ത് സംഭവിക്കും? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് പോകും എന്നർത്ഥം. ഇതുപോലെ ചുടാത്ത ഒരു കുടമാണ് ഈ ശരീരം. ഇതിലാണ് ആത്മാവ് ഇരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെന്ത് സംഭവിച്ചാലും ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാക്രിയെ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടുതൽ നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഗതി. ഒക്കെ മനസ്സിലാകുന്ന ഭാഷകളാണ്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരേ. അല്ലേ? ഈ ജന്തുക്കൾക്ക്, ജനിച്ചവർക്കൊക്കെ, ശരീരമുള്ളവർക്കൊക്കെ ഓരോ തരത്തിലുള്ള അഭിമാനം തോന്നും. എന്ത്? ബ്രാഹ്മണോഹം, ഞാൻ ബ്രാഹ്മണയാണ്, ഞാൻ നരേന്ദ്രനാണ്, പിന്നെ ആഢ്യനാണ്, ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അഹങ്കരിക്കും. ആവർത്തിച്ച് ആമ്രേഡിതം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയും. ഒരു തവണ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ പറയും, ഞാൻ എങ്ങനെയാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ പ്ലീസ് ലിസൺ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയും. എന്തുകൊണ്ട്? ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാനുള്ള എൻ്റെ വ്യഗ്രത. ആമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം. ഈ ശരീരം വീണ് കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുക? ചിലര് കൂട്ടര് വെറുതെ കൊണ്ട് ശരീരത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷിക്കാനിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അത് ഭക്ഷിച്ചു പോകും. പിന്നെ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. ചാരം, ആരെ ദഹിപ്പിക്കുന്നവർക്ക് ശരീരം ചാരമാകും. പിന്നെയോ മണ്ണിന് കീഴായി കൃമികളായി പോകില്ല. വേറൊരു കൂട്ടരെന്ത് ചെയ്യും? മണ്ണിലേക്ക് കുഴിച്ചു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിൽ നിന്ന് വന്നു, നീ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. ആ മണ്ണിൽ പോയി കിടന്നിട്ട് എന്ത് ചെയ്യും? മണ്ണിന് കീഴായി കൃമികളായി പോകിലാം. അപ്പൊ ഈ ദേഹം ഇങ്ങനെയൊക്കെ പോകാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് വേണം? നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മഹാമോഹം എന്നുള്ള സാങ്കേതിക ശബ്ദം കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞു. എന്താണ് മോഹം? മഹാമോഹം. ബ്രഹ്മസൃഷ്ടിയിലെ ആദ്യത്തേത് സൂചിപ്പിക്കുന്നതാണ്. സത്യത്തെ, ഭഗവാനെ അറിയാതിരിക്കുന്നത് മോഹം. അത് ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കല് മഹാമോഹം. ത്വം മാംസ രക്ത അസ്ഥി വിൺ മൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. പഞ്ചഭൂതാത്മകമായ ഈ ശരീരം ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. എന്തൊക്കെയാണെന്ന് വിശദീകരിക്കണ്ടല്ലോ. മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ളോന്നിത് അധ്രുവം. അധ്രുവം നേരത്തെ നമ്മൾ പറഞ്ഞാണ്, സ്ഥിരത ഇല്ലാത്തത്. ഈ പരിണാമി എന്ന് പറഞ്ഞാൽ, വികാരി എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ. ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? നിന്റെ ഉള്ളിൽ പരമാർത്ഥ ജ്ഞാനം, അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞതിന്റെ ലക്ഷണം നിനക്ക് ഇല്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ മാനസതാരിൽ നിരൂപിച്ചത്. അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് സൂചിപ്പിച്ചിട്ട് ഭഗവാൻ കുറച്ച് ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ കാണാം.
ഒരു 1.5 മണിക്കൂർ നേരത്തെ ഇടവേള. പക്ഷെ അതിനു മുമ്പ് തന്നെ പാരായണത്തിന് സൗകര്യമുള്ളവർക്ക് പാരായണം ആരംഭിക്കാം. അതിനുശേഷം 2:30 മണിയോടുകൂടി പ്രഭാഷണം ആരംഭിക്കുന്നതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.